യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകി. ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കിയേക്കും. ആതിര CS വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ആതിര, ഇപ്പോൾ ഈ ഒരു നീക്കമുണ്ടായത് എങ്ങനെയാണ്? ഇത് വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുകയുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ട്. ആ ഇടപെടലുകളെല്ലാം അവസാനിക്കുന്നു. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുക തന്നെ ചെയ്യും, അത് ഒരു മാസത്തിനുള്ളിൽ നടപ്പാക്കപ്പെടും എന്നുള്ള നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? എപ്പോഴായിരുന്നു ഈ തീരുമാനം വന്നത്? തീർച്ചയായും MS, നിമിഷപ്രിയയുടെ മോചനത്തിനായിട്ട് ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റിന് അനുമതി നൽകിയിരിക്കുന്നു. ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനാണ് സാധ്യതയുള്ളത്. ഒരുപാട് കാലമായിട്ട് അബ്ദുറഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയൊരു സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെയും വധശിക്ഷ റദ്ദാക്കുമെന്നുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടിയായിട്ട് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റിന്റെ അനുമതി ഉണ്ടായിരിക്കുന്നത്. നടപടിക്രമങ്ങളൊക്കെ പുരോഗമിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഒരു മാസത്തിനകം ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പലതവണ ഈ കേസ് പരിഗണിക്കുകയും യമൻ കുടുംബവുമായിട്ടൊക്കെ ഒരു ആശയവിനിമയം, ഒരു ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും ഈ യമൻ പൗരന്റെ കുടുംബം ഈ ഒരു ചർച്ചയ്ക്ക് ഒന്നും തയ്യാറായിട്ടിരുന്നില്ല. നിമിഷപ്രിയയുടെ അമ്മയടക്കം പോയി ചർച്ചയിൽ ഭാഗമായിരുന്നെങ്കിലും ചർച്ചയൊന്നും യമൻ കുടുംബത്തിൽ മാപ്പ് നൽകാനൊന്നും ഈ യമൻ കുടുംബത്തിലെ ആളുകൾ തയ്യാറായിരുന്നില്ല. 2017 യമൻ പൗരൻ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തി എന്ന കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായിട്ടുള്ള നിമിഷപ്രിയ ജയിലിൽ കഴിയുന്നത്. നഴ്സായി ജോലി ചെയ്യുന്നതിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ പാസ്പോർട്ട് പിടിച്ചെടുത്ത് നടത്തിയ ക്രൂര പീഡനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ വാദമുണ്ടായിരുന്നത്. 2020 കേസിൽ നിമിഷപ്രിയയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. പിന്നാലെ വിധിക്കെതിരെ നിമിഷപ്രിയ അപ്പീലിന് പോയി. എന്നാൽ 2022 അപ്പീൽ തള്ളുകയും 2023 പരമോന്നത കോടതി വധശിക്ഷ ശരിവെക്കുകയുമായിരുന്നു. മാപ്പപേക്ഷ, ദയാവധം നൽകി മോചിപ്പിക്കൽ തുടങ്ങിയ ശ്രമങ്ങളൊക്കെ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരിക്കുകയാണ്. ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും നിമിഷപ്രിയയുടെ അമ്മ അവിടെ തുടരുകയാണ്. ഒരു മാസത്തിനകം വധശിക്ഷ നടപ്പാക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. MS ആതിര CS ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുവാദം നൽകിയിരിക്കുന്നു. യമൻ പൗരനെ കൊലപ്പെടുത്തിയെന്ന കേസിൽ ജയിലിലുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കിയേക്കും. യമൻ പ്രസിഡന്റ് ഉത്തരവിട്ട സ്ഥിതിക്ക് ഇനി മറ്റ് നടപടിക്രമങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നുള്ളത് മധ്യേഷ്യയുമായി പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വിദഗ്ധർക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും വിഫലമായി തീർന്നിരിക്കുന്നു. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് അനുമതി നൽകിയിരിക്കുന്നു. ഒരു മാസത്തിനകം ഈ വധശിക്ഷ നടപ്പാക്കിയേക്കും. കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹ്ദിയുടെ കുടുംബവുമായും അദ്ദേഹം ഉൾപ്പെടുന്ന ഗോത്രത്തിൻ്റെ തലവന്മാരുമായും ഒക്കെ മാപ്പപേക്ഷയ്ക്കുള്ള ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളെല്ലാം വഴിമുട്ടിയതോടെയാണ് നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പാക്കപ്പെടാൻ പോകുന്നത്. അതേസമയം വധശിക്ഷ നടപ്പാക്കുന്നതിനെ പറ്റി എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അറിയാമോ എന്ന് നിമിഷപ്രിയയുടെ മോചന കാര്യത്തിന് വേണ്ടി വളരെയധികം യത്നിച്ച വ്യക്തിയായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനോട് ചോദിച്ചപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായ രീതിയിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. ടെലിവിഷൻ ചാനലുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടത്. ഔദ്യോഗികമായിട്ട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. കർമ്മസമിതിയുടെ ഗ്രൂപ്പിലുള്ള ആരും ഇക്കാര്യം അറിഞ്ഞിട്ടില്ല. യമനിലുള്ള ആളുകൾ കൂടിയുള്ള ഗ്രൂപ്പാണ് തങ്ങളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നിമിഷപ്രിയയുടെ മോചനത്തിന് മുന്നോടിയായുള്ള ചർച്ചകളുടെ ആദ്യഘട്ടത്തിന് തുക കൊടുത്തിരുന്നു. അടുത്ത ഘട്ട ചർച്ചയ്ക്ക് പണം ചോദിച്ചിട്ടുണ്ട്. ചർച്ചകൾ നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് കിട്ടിയിരുന്നത്. നിമിഷയുടെ അമ്മ പ്രേമകുമാരി യമനിലുണ്ട്. അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നാണ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മസമിതിയുടെ പ്രവർത്തകനായ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. ഓർക്കുക, കഴിഞ്ഞ സെപ്റ്റംബർ മാസം ഇന്ത്യൻ എംബസി നിയോഗിച്ച അഭിഭാഷകൻ അബ്ദുല്ല അമീർ ചർച്ചകൾ ആരംഭിക്കുന്നതിന് വേണ്ടി രണ്ടാം ഗഡുവായിട്ട്
$20,000 കൂടി ആവശ്യപ്പെട്ടിരുന്നു. ഉടൻ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. $20,000 എന്ന് പറഞ്ഞാൽ ഏകദേശം 16 ലക്ഷം ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ തുക കൈമാറിയാലേ ചർച്ചകൾ തുടങ്ങൂ എന്ന് അറിയിച്ചതോടെയാണ് മോചന ശ്രമം നിലച്ചത്. ആദ്യ ഗഡുവായിട്ട് $19,871 ചെക്ക് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം വഴി കഴിഞ്ഞ മാസം ജൂലൈ 4 അഭിഭാഷകന് കൈമാറിയിരുന്നു. ആകെ $40,000 ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടതെന്നും ഇത് 2 ഗഡുവായി നൽകണമെന്നും തുടക്കത്തിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആദ്യ ഗഡു തുക വിവിധ പ്രശ്നങ്ങളിലെ ജനകീയ പിരിവ് വഴിയാണ് ശേഖരിച്ചത്. പിന്നീട് ഈ തുക ഏത് രീതിയിലാണ് വിനിയോഗിച്ചതെന്നറിയാതെ എങ്ങനെയാണ് അടുത്ത ഗഡു ശേഖരിക്കുക എന്നാണ് ധനശേഖരണത്തിന് വേണ്ടി മുൻകൈയെടുത്ത സേവ് നിമിഷപ്രിയ രാജ്യാന്തര കർമ്മസമിതിയിലെ പ്രവർത്തകർ ചോദിക്കുന്നത്. തലാലിൻ്റെ കുടുംബവും ഗോത്രത്തലവന്മാരും മാപ്പ് നൽകാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ യമൻ തലസ്ഥാനമായ സനായിൽ എത്തിച്ചിട്ടിപ്പോൾ 5 മാസമായിട്ടുണ്ട്. സനായിൽ സേവ് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പ്രവാസി സാമൂഹിക പ്രവർത്തകനായ സാമുവൽ ജെറോം എന്ന ഒരാളുണ്ട്. ആ സാമുവൽ ജെറോമിൻ്റെ വസതിയിലാണ് ഇപ്പോൾ പ്രേമകുമാരി ഉള്ളത്. ഈ നിമിഷങ്ങളിൽ വളരെ ദുഃഖകരമായ വാർത്തയാണ് നിമിഷപ്രിയയെ സംബന്ധിച്ചിട്ടും അവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിട്ടും ഒക്കെ ഉള്ളത്. യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നു.